ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിവാർ എന്ന മൂവിയുടെ വിശേഷം പങ്കുവെക്കാനാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് 3 പരിവാറിന്റെ ഷർട്ട് ഇട്ട് സുന്ദരന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? അല്ല അങ്ങനെയല്ല, അല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അതെ, ഷർട്ടിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? ഈ ഷർട്ട് വെച്ച് സുന്ദരന്മാരാണ്, അല്ല അല്ലാതെ സുന്ദരന്മാരാണ്. അല്ലാതെ ജന്മനാ സുന്ദരം. അതെ, ഷർട്ട് വെച്ച് ഹാപ്പി അല്ലെന്ന് വെച്ചാൽ ജയശേഷനെ കണ്ട ഒരു ബാർട്ടൻഡർ മാതിരി ഉണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഷാഹിന, സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യ രൂപത്തിലല്ല. നമ്മൾ ഏറ്റവും സുന്ദരൻ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്താൽ അയാളുടെ സൗന്ദര്യം പോയില്ലേ? തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ആ രൂപത്തിനപ്പുറം അയാളുടെ പെരുമാറ്റം. ഒരാൾ നമ്മളെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ നമസ്കാരം എന്ന് പറയുന്നത് നമ്മളെ കണ്ട് ഗൗരവത്തോടുകൂടി മൈൻഡ് ചെയ്യാത്ത അഹങ്കാരത്തോടെ നിന്ന് കഴിഞ്ഞാൽ എത്ര ഉയർന്ന ഒരു വ്യക്തിത്വമാണെങ്കിലും ശരി, അയാളുടെ സൗന്ദര്യം നമുക്ക് കുറച്ച് കഴിയുന്നവരും ഓരോ സെക്കൻഡ് കഴിയുന്നവരും അയാളുടെ സൗന്ദര്യം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. നേരെ മറിച്ച് അയാൾ ബാഹ്യ രൂപം അത്രയും വലിയ പൊക്കമൊന്നുമില്ല, അയാളുടെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഭയങ്കരമായിട്ടില്ല എങ്കിൽ പോലും അയാൾ നമ്മളോട് പെരുമാറുന്ന രീതി, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി, ഓരോ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി, അയാളുടെ പടിപ്പടിയായിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ തുടക്കം തൊട്ട് ഓരോ സ്റ്റേഷൻ കഴിയുന്നവരും അയാളോടുള്ള സ്നേഹം നമുക്ക് കൂടും, ചിലപ്പോൾ ആദരവ് കൂടും, ബഹുമാനം കൂടും. നേരെ തിരിച്ചാണെങ്കിൽ അയാളുടെ ജാടയും അയാളുടെ ബടായും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എറണാകുളം എത്തുമ്പോൾ അയാൾ വേറും തല്ലിപ്പൊളിയാണെന്നൊരു തോന്നുന്നത് നമുക്ക് വരും. ഇതാണ് സൗന്ദര്യം. സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്. നല്ല രീതിയിൽ ചോദിക്കുക, അവരവർക്ക് പരിചയമുള്ള വിഷയങ്ങൾ അവരവർ പറഞ്ഞു. ഞാൻ എന്റെ കാര്യം ഈ ട്രെയിൻ യാത്രയുടെ ആൾക്കാര്, സ്ത്രീകളുടെ കാര്യം പ്രശാന്ത് പറഞ്ഞു. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, ഓൾറെഡി തന്നെ. അതെ, വേണ്ട. എന്തായാലും ജയശേഷന്റെ നമുക്ക് തുടങ്ങാം, അല്ലേ? നിങ്ങൾ തീരുമാനിച്ചാലും കാര്യമില്ല. ജഗദീഷേട്ടൻ തുടങ്ങി കഴിഞ്ഞു. എന്താണ് പരിവാർ? പരിവാർ എന്ന് പറയുന്നത്, ഇതിന് ആദ്യം ഇട്ടിരുന്ന പേരെന്ന് പറയുന്നത് പാണ്ഡവ ലഹള എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ലഹളയുണ്ട്. അതിനുശേഷം പരിഷ്കരിച്ച് ഈ സബ്ജക്റ്റിന് കൂടുതൽ യോജ്യമായിട്ടുള്ളത് പരിവാറാണെന്ന് സംവിധായകർ തന്നെ തീരുമാനിച്ചു. ഉത്സവും ഫഹദും 2 ചെറുപ്പക്കാർ, അവര് വളരെയധികം എന്താ പറയാ ഭാവനയുള്ള കഴിവുള്ള 2 ചെറുപ്പക്കാരാണ്. അവരുടെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഡിജിറ്റൽ വില്ലേജ്. രണ്ടാമത്തെ ചിത്രം പരിവാർ എന്ന് പറയുന്നത്, പരിവാറിന് എഴുതുമ്പോൾ വാറിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ യുദ്ധമുണ്ട്, ഒരു മത്സരമുണ്ട്, കിടമത്സരമുണ്ട്. എന്തിനു വേണ്ടി മത്സരം എന്നുള്ളത് അല്പ സസ്പെൻസ് ആണ്. അല്ലെങ്കിൽ അത്ര വലിയ സസ്പെൻസ് ഒന്നും പറയാനില്ല. ഇതിന് സ്വത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ അമ്മ പോരെ, അതൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അല്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു സൂചന തരാമെന്നുണ്ടെങ്കിൽ അല്പ വാല്യൂ ഉള്ള ഒരു വസ്തുവിന് വേണ്ടിയുള്ള ഒരു പോരൊക്കെ ഇതിനകത്തുണ്ട്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരം, അവർ തമ്മിലുള്ള ആത്മബന്ധം, അവർ തമ്മിലുള്ള എന്താ പറയാ ഒരു അസൂയ, അതൊക്കെ ഇതിനകത്തുണ്ട്. ഇതാണ് പരിവാർ. ഒരു ഫാമിലി എന്റർടൈനർ. അതെ, ഫാമിലി എന്റർടൈനർ. ഇന്നത്തെ കാലത്ത് ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ എന്നൊക്കെ പറയുന്നത് അല്പം നെഗറ്റീവായിട്ട് വരെ കാണുന്നുണ്ട്. പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇത് പുച്ഛിക്കുന്നുണ്ട്. പ്രകൃതി പടമല്ലേ? അതെ, ഇത് പ്രകൃതി പടമല്ല. ഇപ്പൊ ഇതിനകത്ത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം ഉണ്ട്. അത് രസകരമായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് ഏതെല്ലാം രീതിയിലാണ് രസകരമാക്കാൻ സംവിധായകർ ശ്രമിച്ചിട്ടുള്ളതെന്നുള്ള വരാനിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ പറയാന്നല്ലേ. അല്ല, ഒരു ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ഡൗട്ട് ചോദിച്ചില്ലേ. ഇപ്പൊ നമ്മുടെ ടൈറ്റിൽ തന്നെ ഒരു മോതിരം എങ്ങാണ്ട് കാണിച്ചിട്ടുണ്ട്. ആ മോതിരം ഈ കഥയിൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടല്ലേ ടൈറ്റിൽ മോതിരം കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മോതിരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് ഞാനിപ്പോ ചോദിച്ച സ്ഥിതിക്ക് പറയാം. മോതിരം ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇതിനകത്ത് സംവിധായകർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുകയും പോസ്റ്ററിൽ അവർ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റിൽ വെച്ചാണ് ഉത്സവം ഫഹദും വന്ന് കഥ പറഞ്ഞത്. അപ്പൊ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഇതിനകത്ത് ഇത്രയും ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫുൾ കഥയുണ്ടോ? ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേരുവകൾ വേണ്ട ചേട്ടാ? ഇത് പക്കയാണ്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. അതിനുശേഷം പ്രശാന്തിനോട് കഥ പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് പറഞ്ഞു, ഇത് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഇതിന്റെ പക്ഷേ സ്റ്റോറി ലൈനിൽ കുറച്ചുകൂടെയൊക്കെ ട്വിസ്റ്റും ടേൺസും ഒക്കെ വേണ്ട, ഞങ്ങളുടെ കഥ ഇതാണ്, ഇത് ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം. ഓക്കെ. അതിനുശേഷം സെറ്റിൽ വന്നു അഭിനയിക്കാൻ നേരത്ത് ഞങ്ങൾ മാറി ചോദിച്ചു. ഇന്ദ്രൻസ് ചോദിച്ചു, ഞാൻ ചോദിച്ചു, പ്രശാന്ത് ചോദിച്ചു, അല്ല കുറച്ചുകൂടെ നമ്മുടെ അഭിനയത്തിൽ കുറച്ചുകൂടെ ഇളകി ചെയ്താലല്ലേ അവിടെ ഹ്യൂമർ കിട്ടും.
ഇളകി ചെയ്യുന്ന അതൊക്കെ പഴയ ശൈലി, അതൊന്നും വേണ്ട. നിങ്ങളുടെ വേറൊരു ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ അഭിനയിച്ചു. പ്രശാന്ത് അഭിനയിച്ചു, നമ്മുടെ മീനാരാജ് സാർ അഭിനയിച്ചു. ചില ദിവസങ്ങളിലൊക്കെ എടുത്തത് പിറ്റേ ദിവസം രാവിലെ ഒന്ന് റീഷൂട്ട് ചെയ്തു. ഇവരിട്ട് കണ്ടിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, പക്ഷെ അതൊന്നുകൂടെ എടുക്കേണ്ടി വരും, കാരണം ഞങ്ങൾ ഹാപ്പി അല്ല, ചേട്ടൻ ഒന്നുകൂടെ അഭിനയിച്ചായിരുന്നു, ചേട്ടന് വിഷമമില്ലെങ്കിൽ ഒന്നുകൂടെ അഭിനയിച്ചായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അഭിനയിച്ചു. അവരുടെ ആവശ്യമാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ ഡബിങ് സമയത്ത് ചില കാര്യങ്ങൾ എക്സ്ട്രാ തിങ്സ് ഒക്കെ ഹ്യൂമറസ് പടങ്ങളിൽ ഇടുമല്ലോ, അതെന്തെങ്കിലും ഇടാൻ നേരത്തെ പറഞ്ഞു അഭിനയിച്ച് മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ടേ. പ്രശാന്ത് ചോദിച്ചു, ഞാനും ചോദിച്ചു, മീനാരാജ് സാറും ഇന്ദ്രൻസും ഒക്കെ ചോദിച്ചു. അവർ പറഞ്ഞു അത് വേണ്ട. അതിനുശേഷം സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ല ഇതിന്റെ മ്യൂസിക് കുറച്ചുകൂടെ ഹ്യൂമർ വേണ്ടേ, കുറച്ചുകൂടെ എന്തെങ്കിലും. അങ്ങനെ ചേട്ടൻ എന്താ പറയുന്നത്, ഇതിപ്പോ പഴയ സ്റ്റൈലിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള അങ്ങനെയുള്ള മ്യൂസിക് കൊടുക്കുന്നു. ഞങ്ങൾ ഇതിന് ഒരു വേറൊരു രീതിയിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. ദൈവത്തോർത്ത് ഇതിൽ വേറെ ഒന്നും സജഷൻ ഒന്നും പറയണ്ട. ഞങ്ങളെ വിശ്വാസമാണോ? എൻ്റെ അടുത്തും പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചു, ഇന്ദ്രൻസിന്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമാണ്, എങ്കിൽ ഞങ്ങൾക്ക് വിട്ടു തരിക. ഈ മ്യൂസിക് ഓക്കെയാണ്, ഈ എഡിറ്റിംഗ് ഓക്കെയാണ്, ഈ ഫോട്ടോഗ്രാഫി ഓക്കെയാണ്, ഈ പടം ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞങ്ങളെ വിശ്വസിക്കുക. അപ്പൊ മാർച്ച് 7-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുക. അവരെ വിശ്വസിച്ച് ഞങ്ങള് ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ സംരംഭത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അവരെ എല്ലാം അവരിൽ അർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ കോൺഫിഡൻസ്, കാരണം സിനിമ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനൊക്കെ അല്പം സീനിയർ ആയിട്ടുള്ള ആളാണ്. മീനാരാജ് സാറും നാടകരംഗത്ത് സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈക്വൽ സീനിയോറിറ്റി, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ സീനിയോറിറ്റിയാണ്. അത് കഴിഞ്ഞാൽ പ്രശാന്തിനുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം കണ്ട് വന്ന ഒരു രീതിയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ സംവിധായകർ ഇതിനെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതില് അവരുടെ കോൺഫിഡൻസിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് മാർച്ച് 7-ാം തീയതി തന്നെ അറിയാമെന്നല്ലേ? യെസ്, ഡയറക്ടേഴ്സും കൂടെ വേണമായിരുന്നു ഈ ഒരു ആൻസറിന് റിപ്ലൈ തരാൻ വേണ്ടി, പക്ഷെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. യെസ്, ഇനി നമുക്ക് പ്രശാന്തേട്ടിലേക്ക് പോവാം. പ്രശാന്തേട്ടാ, എന്നാ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽസ്, ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്? ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്. ജഗദീശന്റെ മൂത്ത സഹോദരൻ. ഒരു വീട്ടിൽ 5 ആൺമക്കൾ, അതില് 2 ഭാര്യമാരിലാണ് ഈ 5 ആൺമക്കൾ. അതില് ഞങ്ങളുടെ അമ്മയിലുള്ള മൂത്താൾ ഇതും, അതിന്റെ ഇളയത് ഞാനും, പിന്നെ എൻ്റെ ഒരു അനിയനും ഉണ്ട്. ഒരാൾ മരിച്ചുപോയി, ഇന്ദ്രൻ സേട്ടനാണ് വേറൊരു ക്യാരക്ടർ. പാണ്ഡവർ എന്ന് പറയുന്ന ലൈനിൽ തന്നെ ഞങ്ങളുടെ പേര് പാണ്ഡവ ലഹള എന്നുള്ള. ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഒരു കാര്യം എനിക്ക് പ്രശാന്തിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ, 2 ഭാര്യമാരിലായി 5 മക്കളാണ്, മനസ്സിലായില്ല. മൂത്ത ആള് ധർമ്മപുത്രൻ, ധർമ്മൻ ചേട്ടൻ മരിച്ചുപോയി. 2ാമത്തെ ആള് ഭീമൻ. 3ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് സ്വാഭാവികമായും ഇടേണ്ട പേരെന്തായിരുന്നു? അർജുനൻ അല്ലേ? എനിക്ക് തന്നില്ല ആ പേര്. അയ്യോ, പിന്നെ ഏത് പേര് തന്നെ? എനിക്ക് തന്നിരിക്കുന്ന സഹദേവൻ. അതെന്നെ മനസ്സിലാവുന്നു. ഇദ്ദേഹത്തിന് നകുലൻ, എനിക്ക് സഹദേവൻ. ചെറുപ്പക്കാരനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു നായകനുണ്ട്, അയാൾക്ക് അർജുനൻ എന്ന പേര് കൊടുത്തു. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു. കഥ ഇങ്ങനെ പറഞ്ഞപ്പോ ചേട്ടാ മൂത്ത ആള് മരിച്ചുപോയി ധർമ്മൻ, 2ാമത്തെ ആള് ഭീമൻ, അത് ഇന്ദ്രൻ ചേട്ടനാണ് അവതരിപ്പിക്കുന്നത്. 3ാമത്തെ ആളെന്ന് പറയുന്നത് ചേട്ടന്റെ കഥാപാത്രം. ഞാൻ പറഞ്ഞ അർജുനൻ അല്ലേ, ചേട്ടൻ സഹദേവൻ. അപ്പൊ അതിനകത്ത് അർജുനനാക്കാനുള്ള ഒരു വിശ്വാസക്കുറവ് പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ അർജുനന്റെ സൗന്ദര്യം എനിക്കില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് സമാധാനമായത് ഇദ്ദേഹത്തിന്റെ പേര് നകുലൻ എന്ന് അറിഞ്ഞപ്പോ. എനിക്ക് സമാധാനം. അപ്പൊ നമ്മൾ നകുലനും സഹദേവനും, അപ്പൊ നമ്മൾ കുഴപ്പമില്ല. അർജുനൻ നമ്മളെക്കാളും സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഋഷി എന്ന് പറയുന്ന. ശരിക്കും ഈ 2 ക്യാരക്ടേഴ്സ് ആണ് എപ്പോഴും ഒന്നിച്ചുള്ളതും. ഞങ്ങൾ തമ്മിലാണ് ആശയപരമായ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, എന്നാൽ പെട്ടെന്ന് ഇണങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ നകുലനും സഹദേവനും ഞങ്ങൾ കിട്ടുന്നതാണ് എന്റെ ഒരു തൃപ്തികരമായ മറുപടിയാണ്, എന്റെ ഒരു വിശ്വാസം. ബാക്കി ഇനി ഡയറക്ടേഴ്സിനെ അറിയത്തുള്ളൂ, അവിടെ തന്നെ നമ്മൾ ചോദിക്കണേ. അർജുനന് പുരാണം എടുത്ത അർജുനന്റെ കൂടെ എപ്പോഴും ആരുണ്ട്? കൃഷ്ണനുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിലെ അർജുനന് കൃഷ്ണന്റെ സാന്നിധ്യമായിട്ട് വേറൊരു എലമെന്റും കൂടെ ഇതൊക്കെ ഇതിനകത്ത് കൃഷ്ണനായിട്ട് വേറെ എന്റെ സംവിധായകരെ ഇതിനകത്ത് ശ്രീകൃഷ്ണനായിട്ടോ ശകുനിയായിട്ടോ ഉള്ളത് ഈ ചെറിയച്ഛനാണ്, ഞങ്ങളുടെ ചെറിയച്ഛനാണ്. ഞങ്ങളുടെ അച്ഛന്റെ അനിയനാണ്. അദ്ദേഹത്തിന് മന്ത്രവാദം അറിയാം, ജ്യോത്സ്യം അറിയാം, എല്ലാം അറിയാം. അറിഞ്ഞൂടാത്തായിട്ട് ഒന്നുമില്ല. പുള്ളിയുടെ ചേട്ടന് 2 ഭാര്യമാരുണ്ട്, പക്ഷെ പുള്ളി കല്യാണമേ കഴിച്ചിട്ടില്ല. അത് ഭയങ്കര മോശമായി. ഉണ്ടാക്കാനും അതിന്റെ കുരി കഴിക്കാനും നടക്കുകയാണ് ചെറിയച്ഛൻ. അപ്പൊ ചെറിയച്ഛൻ പറഞ്ഞാട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ? പ്രശാന്തമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. ജയശേട്ടൻ ഓൾറെഡി ഉണ്ടല്ലോ, അതിന് മുന്നേ ഞങ്ങള് ഫാലിമിയിലുണ്ട്, മകനായിട്ട് അഭിനയിച്ചു. ഇപ്പൊ ചെറിയച്ഛൻ പ്രമോഷൻ വന്നു. മാത്രമല്ല എന്നെ ഈ ഭഗത്തിനെയും മറ്റേ ഉത്സവിനെയും ഈ സിനിമയിലേക്ക് എന്നെ നിർദ്ദേശിച്ചത് സാറാണ്, ജഗദീഷ് സാറാണ്.
അപ്പോൾ അവർ വഴിയാണ്, സാറ് വഴിയാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് വന്നു പെടുന്നത്. ഇവിടെ വന്ന് കഥയൊക്കെ കേട്ടപ്പോൾ കഥയിൽ കൗതുകം തോന്നി. ഇതിനു മുമ്പ് പലരും പറഞ്ഞു പോയിട്ടുണ്ട് ഈ വിഷയം ഇല്ലെന്നേട്ടം, കാരണം മനുഷ്യൻ്റെ ഇങ്ങനെ ധനത്തോടുള്ള ആർത്തി. പക്ഷേ ഇവർ ഈ വിഷയം ഇതുവരെ ആരും പറയാത്തൊരു വഴിയിലൂടെയാണ് പറയുന്നത്. അവരുടെ ആ സമീപനമാണ് ഈ സ്ക്രിപ്റ്റിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം. വളരെ രസകരമായി എന്നാൽ തീക്ഷ്ണമായ വിഷയമാണ് ഇത്. ഈ ധനത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുകയും അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വേഷം എന്ന് വെച്ചാൽ സാലിനിക്ക് ശേഷം ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും സാലിനി പോലെ തന്നെ ഇതൊരു മുഴുനീള കഥാപാത്രമാണ്. പിന്നെ ഇവരോടുകൂടിയുള്ള അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു കുടുംബം പോലെ തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ജഗദീഷ് സർ വന്ന് പറയും, ഇച്ചിരി ഇന്ന പോലെ ചെയ്തത് നന്നായിരിക്കും. കാരണം എന്നെക്കാൾ ഈ രംഗത്ത് സീനോട്ടുള്ള ആൾ, ഞാൻ നാടകത്തിലാണെന്നുള്ളൂ. കാരണം നാടകം രണ്ടും സിനിമയും രണ്ടും ഉണ്ടാണ്. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ സപ്പോർട്ട്, മാനസികമായ സപ്പോർട്ട് എല്ലാ സമയത്തും എനിക്ക് സാറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ്സുമായിട്ട് ഞാൻ ഇതിനു മുന്നേ 1-2 പടങ്ങളിൽ അഭിനയിച്ചു. അപ്പോൾ ആ പരിചയമുണ്ട്. പ്രശാന്തുമായിട്ട് അഭിനയിച്ചിട്ടില്ലെങ്കിലും പ്രശാന്തിൻ്റെ പ്രേതം പുരുഷപ്രേതം ശരിക്കും അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും പുരുഷപ്രേതം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അടുപ്പം ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ പെട്ടു. എല്ലാവരും തമ്മിൽ നല്ല അന്തരീക്ഷത്തിൽ പെരുവാണ്. നല്ല രസകരമായിട്ട് പോയ പടമാണ്. ജനങ്ങൾ സ്വീകരിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നത് സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഇപ്പം നടക്കുന്ന ഈ സിനിമയുടെ ട്രെൻഡിൽ ഇതൊരു വ്യത്യസ്തമായ സമീപനമായിരിക്കും. പിന്നെ ഇവരെ ആരും കൂടാതെ വേറെയും ആ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. ഒരു മൊട്ട രാജേന്ദ്രൻ, അതൊരു പ്രധാന കഥാപാത്രമായിട്ട് വരും. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇപ്പൊ ഈ സീറ്റിലില്ലെങ്കിൽ പോലും ഭീമന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഇന്ദ്രൻസ് 2-ാം ഭീമനെ വെല്ലുന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. 2-ാം മമ്മൂക്കയും മോഹൻലാലും മാറി മാറി ചെയ്യാൻ ആരാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എം ടി സാറിന്റെ. ഇവിടെ ഉത്സവ് ഫഹദിന്റെ ഭീമൻ എന്ന് പറയുന്നത് 2-ാം ഭീമനെ വെല്ലുന്ന ഒരു ഭീമനാണ്. അത് ഗംഭീരമായിട്ട് ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് തന്നെ അവകാശപ്പെടുന്നത് 2-ാം ഭീമനെക്കാളും വലിയ ഭീമനാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ ഇല്ല, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമായിരുന്നു. ഇപ്പൊ അവിടെ സാറ് പറഞ്ഞ പോലെ ഇതൊരു ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഇന്നിപ്പോ എനിക്കൊന്ന് ജഗദീഷേട്ടൻ അറിയായിരിക്കും, ഇന്നിപ്പോ മലയാളത്തിലെ സിനിമയുടെ ട്രെൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഫാമിലി സിനിമകൾ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മൂവീസാണ് ഇന്ന് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇതിൽ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? അല്ല, അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ്. അതിനകത്ത് വലിയ ലൊക്കേഷനുകൾ, അങ്ങനെ ധാരാളിത്തം, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംവിധായകര് പറയുന്നത് അതില് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻസും അതിനകത്ത് കവർ ചെയ്യുന്ന ഒരു ഹ്യൂമറും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സംവിധായകരുടെ കൺവിക്ഷൻ ഉണ്ടല്ലോ. അത് ആണ് നമ്മളെ കൂടുതൽ വിശ്വാസത്തോടെ ഇതിനെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിപ്പം പുരുഷപ്രയത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, അതിൽ നിന്നിപ്പോ വീണ്ടും ഈ ഒരു ഫാമിലിയിലേക്ക്, ഈ ഒരു പരിവാർ മൂവിയിലേക്ക് വീണ്ടും ഒന്നിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ്? അല്ല, ഞങ്ങള് അതില് പുരുഷപ്രേതം ആയിക്കോട്ടെ പരിവാർ ആയിക്കോട്ടെ, ഞങ്ങൾ തമ്മിൽ ക്രിയേറ്റീവ് ഡിഫറൻസസ് എല്ലാ കാലത്തും ഉണ്ട്. അത് രണ്ടുപേരും കൂടെ നമ്മൾ തർക്കിച്ച് ഒരു പോയിന്റിൽ എത്തും ഞങ്ങൾ. അതിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ പ്രശാന്ത് പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ രണ്ടുപേര് പറയുന്നതായിരിക്കില്ല ശരി. അപ്പൊ ഞങ്ങള് അതിനെ അവരൊരു സീനൊക്കെ എടുക്കുമ്പം അന്ധമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശാന്ത് സമ്മതിച്ചു തരില്ല, പ്രശാന്ത് പറയുന്നതല്ല ഞാനും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്യും. അല്ലാതെ വെറുതെ വന്ന് ഡയലോഗ് അതേപടി പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല. അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഈ സിനിമ ഇത് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, എന്തായി എന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. അതിനുശേഷം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്നും ഓരോ സീനിനെ കുറിച്ച് ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ രീതിയിൽ ഈ രീതിയിൽ വർക്ക് ആവോ എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ തന്നെ ചെറിയ തർക്കങ്ങളൊക്കെ വരുമ്പം അതെല്ലാം തീരുന്നത് സംവിധായകരുടെ അടുത്ത് ചെല്ലുമ്പോൾ സംവിധായകർ പറയും നിങ്ങളുടെ ഒരു തർക്കവും വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇതങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ പിന്നെ ഞങ്ങളുടെ
ചോദ്യം വളരെ എളുപ്പമാണ്. ഞങ്ങൾ തർക്കിച്ച വെറുതെ ആവും. ഞങ്ങൾ ചിരിച്ചിട്ട് റെഡി സർ ടേക്ക് എന്ന് പറയും. ഞങ്ങൾ തർക്കിച്ചത് വെറുതെ ആവും. അപ്പൊ പിന്നെ ആ തർക്കത്തിലൊന്നും ഒരു കാര്യമില്ല. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഏത് സിനിമയ്ക്കും ഡയറക്ടറാണ്. സംവിധായകന്റെ കലയാണ് സിനിമ. അതിൽ വിജയത്തിനും സംവിധായകൻ തന്നെയാണ് ഏറ്റവും ക്രെഡിറ്റ്. അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ചിന്തകളിൽ നമ്മൾ വെള്ളം ചേർത്താൽ അവരുടേതുമല്ല നമ്മുടേതുമല്ലാത്ത സിനിമയായിട്ട് മാറും. അതുകൊണ്ട് ഇത് അവരുടേതായിട്ടുള്ള സിനിമയായിട്ട് വരാൻ ഞങ്ങൾ കൂടുതൽ സഹകരിച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രശാന്ത്, ഇപ്പൊ ഈ ജയചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ സിനിമയിൽ അങ്ങനെ കുറച്ച് ഫണ്ണി ആയിട്ട് എന്തെങ്കിലും ഒരു തർക്കം? തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിയേറ്റീവ് ഡിഫറൻസ്. ജഗദീഷ് ചേട്ടൻ, ഞാൻ ഇപ്പൊ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് പുരുഷപ്രായത്തിനെക്കാളും ഞങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ കൂടുതലായിട്ട് നടന്നൊരു സിനിമയാണ്. പുരുഷപ്രായത്തില് എല്ലാം വളരെ ഡിസൈൻഡും ആയിരുന്നു. പിന്നെ ജഗദീഷ് ചേട്ടന് ഡേറ്റ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കാപ്പ നടക്കുന്നുണ്ട്. അപ്പം ജഗദീഷ് ചേട്ടന്റെ പോർഷൻസ് ആദ്യം എടുത്ത് തീർത്തിട്ട് പോയിട്ട് പിന്നെ എൻ്റെ പോർഷൻസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഇടയ്ക്ക് വന്ന് ചെയ്തു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ കാര്യമായ ഡിസ്കഷൻസിനുള്ളൊരു സ്പേസ് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇതിന് ഞങ്ങൾ ത്രൂ ഔട്ട് ജഗദീഷ് ചേട്ടൻ എത്ര ദിവസം ഉണ്ട് അത്രയും ദിവസം ഞാനും ഉണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ ഒരു രീതി ഞാൻ അന്ന് മനസ്സിലാക്കുന്നത്, ജഗദീഷ് ചേട്ടനോട് 6:30 റൂമിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 6:29 ആള് കാറിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 6:30 വണ്ടി വിട്ടോളൂ എന്ന് പറയുന്ന ലൈനാണ്. കറക്റ്റ് സമയത്തിൽ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ക്യാരവനൊക്കെ ഉണ്ടെങ്കിലും ക്യാരവനിൽ കയറി സാധനങ്ങൾ വെച്ചിട്ട് നേരെ പോയി ഫഹദിനെ ഉത്സവനെയും കണ്ട് അന്നത്തെ സീൻസ് ഡിസ്കസ് ചെയ്ത് ഞാൻ വരുമ്പോഴത്തേന് എന്നോട് 6:30 പറഞ്ഞെങ്കിലും ഞാൻ വെച്ചിറങ്ങും. കാരണം ജഗദീശൻ ആദ്യം പോകുന്നുണ്ടല്ലോ, അവിടെ ഉള്ളവരൊക്കെ ജഗദീശനെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാൻ അപ്പം ഞാൻ വരുമ്പോഴത്തേന് ഒരു സീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം അത് പറയുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളിൽ സംസാരങ്ങൾ പോവും. അത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ആർഗ്യുമെന്റ്സിലേക്ക് പോവും. ചിലത് എനിക്ക് തീരെ പറ്റാതെ വരുന്നത് നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ വിടും. ചില സാധനങ്ങൾ ജഗദീഷേട്ടനും അങ്ങനെ പറയും, ശരി നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനേക്കാളെല്ലാം നമ്മൾക്ക് ഞാൻ ജഗദീഷേട്ടൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വള്ളിനിക്കറിട്ട് നടക്കുമ്പോൾ തൊട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ റൂഡാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. അപ്പം ജഗദീഷേട്ടൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാല്, ഈ തർക്കം ഫോർ സിനിമയാണ്, അല്ലാതെ ഞാൻ നിന്റെ കുടുംബത്തിൽ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നീ എന്റെ കുടുംബത്തിൽ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് നമ്മളുടെ ചേട്ടനെയാണ് കാണുന്നത്. സഹദേവൻ എന്നുള്ള ആളെ അല്ല ഞാൻ പറയാം, ജഗദീഷ് ചേട്ടൻ എന്റെ ജയേഷനെ പോലെ. അപ്പൊ ഞാൻ ചില മൊശടത്തരം കാണിച്ചാലും പോട്ടെ എടുത്താ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഒരു ചേട്ടനെ പോലെ നെക്സ്റ്റ് പരിപാടിയായിട്ട് ചേട്ടൻ അങ്ങനെയാണ്. അപ്പം എനിക്ക് സിനിമയുടെ ഒരു രീതി മനസ്സിലാക്കി ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ആർഗ്യുമെന്റ്സും വഴക്കും ഒന്നും ഒരു ശത്രുതയ്ക്ക് വേണ്ടിയിട്ടോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ചേട്ടൻ അങ്ങനെ ടക്കെന്ന് പറഞ്ഞ് മാറുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തില് ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു പോയിന്റിൽ ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞില്ലേ കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ജഗദീഷ് ചേട്ടൻ്റെ ആർഗ്യുമെന്റിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്ത് ഞാൻ കൊടുത്ത ജഗദീഷ് ചേട്ടൻ ഓക്കെ അത് കൺവിൻസിംഗ് ആണ്, വരും അടുത്ത ഷോട്ട് എടുക്കാം. അല്ലാതെ അതിന്റെ പേര് പിണക്കോ എന്ന് എന്റെ മൂഡ് പോയി, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല, അങ്ങനത്തെ പരിപാടി. അത് കറക്റ്റാ. ഈ പെട്ടെന്ന് എനിക്ക് അഡാപ്റ്റബിലിറ്റി എന്നുള്ളത് ദൈവം തന്നിട്ടുള്ള കഴിവാണ്. ടാലന്റിനപ്പുറം അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത്. ഇപ്പൊ മീനാരാജ് സാറിന്റെയും പ്രശാന്തിന്റെയും എന്നൊക്കെ പറഞ്ഞാൽ പച്ചയായിട്ടുള്ള മനുഷ്യരാണ്. എനിക്ക് പച്ചയായിട്ടുള്ള മനുഷ്യരായിട്ട് ഇടപെടാൻ വളരെ എളുപ്പമാണ്. ഇവരുടെ ക്രോധമോ ഇവരുടെ ദേഷ്യമോ ഒക്കെ തന്നെ ഇവരുടെ സിൻസിയറിറ്റിയും ഇവരുടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നേച്ചറാണ്. അല്ലെങ്കിൽ ഇവിടെ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒന്നും പറയില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. പ്രശാന്ത് എന്റെ അടുത്ത് ഒന്ന് പറയുകയും വേറെടുത്ത് അത് എങ്ങനെ എന്തൊക്കെ പറയും അങ്ങനെ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ ഭയങ്കര വഴക്കാണെന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് തോന്നും. അത് കാരണം ഏത് കുടുംബത്തിലും ഇന്റിമസി ഉള്ള രണ്ട് ബ്രദേഴ്സിന്റെ വഴക്കാണെന്നുള്ള ഞങ്ങൾക്കറിയാം. അത് മീനാരാജ് സാറിന്റെ അടുത്ത് ആ ഇന്റിമസി ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ മാറി നിൽക്കുമ്പം എന്തോ ഈ കാണിക്കുന്നത് മീനാരാജ് സാർ പറയില്ല. അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഇല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹാർമണി സിങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് അപരാധമൊന്നുമല്ല. അത് മനസ്സിൽ വെച്ച് വേറൊരു പകയായിട്ട് പെരുമാറുകയും വേറൊരു സ്ഥലത്ത് നിന്ന് അയാൾ വലിയ ശല്യമാണെന്ന് പറയുക അതിനല്ല. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പ്രായോഗികമായിട്ടുള്ള നമുക്കും മനസ്സിൽ അസൂയയോ അല്ലെങ്കിൽ കോപമോ ദേഷ്യമോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നുള്ള പെട്ടെന്ന് മനസ്സിലായി അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. എനിക്ക് അസൂയ പെട്ടെന്ന് തോന്നും. ഞാനില്ലാത്ത ഒരു സിനിമ വിജയിക്കുമ്പോൾ എനിക്കൊരു അസൂയ വരും.
അതിൽ ഞാൻ ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും എന്റെ വിഷമം, അല്ലാതെ അത് വിജയിച്ചാനല്ല. അപ്പൊ അതിന്റെ ആ അസൂയ പെട്ടെന്ന് മാറണം. നിനക്ക് വേറെ കിട്ടിയിട്ടില്ലേ എന്ന് എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നത്. ഞാൻ തന്നെ MGR സിനിമകളിലൊക്കെ കുടിക്കുന്നതും കുടിക്കാത്തവനൊക്കെ മനസാക്ഷിയായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നല്ലേ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിനക്ക് വേറെ കിട്ടില്ല, നീ ചുമ്മാ ഇങ്ങനെ കാണിക്കരുത്, തെറ്റാണെന്നുള്ള എന്റെ മനസാക്ഷി ദൈവത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും വന്ന് എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് മോചനം കിട്ടും. അല്ലാതെ നമ്മുടെ ബാക്കി സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യര്, പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ മൂന്നുപേരും. അത് ഞങ്ങളെ മൂന്നുപേരും റെപ്രസെന്റ് ചെയ്ത് തന്നെ ഞാൻ പറയാണ്. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. അതല്ലാതെ ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ജെന്റിൽമാൻ, നോ, വി ആർ നോട്ട് പെർഫെക്റ്റ് ജെന്റിൽമാൻ. നമ്മൾ സാധാരണ മനുഷ്യരാണെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ തർക്കവും ബഹളവും ഉണ്ടെങ്കിൽ പോലും അവസാനം ആ സീനിനെ ഡിസ്കഷൻ ചെയ്ത് ഫൈനൽ തർക്കത്തിനൊക്കെ പലപ്പോഴും ഞാൻ ഒരു നിശബ്ദ സാക്ഷിയായിട്ടുണ്ട്. പക്ഷെ ഈ തർക്കമൊന്നും പ്രശാന്ത് പറഞ്ഞ പോലെ വ്യക്തിപരമല്ല. ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ മൊമെന്റ് എങ്ങനെ പറയുന്ന കേട്ടതൊന്നും ഭയങ്കര തർക്കമാണ്. ഇത് അങ്ങനൊന്നും ഇല്ല. വളരെ സൗഹൃദവും ആ വിഷയത്തിന് വേണ്ടിയൊക്കെയാണ് പരിപാടിന്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ പറയാം, അതും കൂടെ പറയണമല്ലോ. ഞാൻ മാക്സിമം പ്രശാന്തിനെയൊക്കെ പറ്റിക്കുന്നെന്തറിയാം. പ്രശാന്ത് ഉച്ചയ്ക്ക് ഗംഭീര ഫുഡാണ് കേട്ടോ. പ്രശാന്ത് എത്ര പറഞ്ഞാലും പ്രശാന്ത് ആദ്യം അങ്ങ് വിശ്വസിക്കും, ആണോ കേട്ടോ, എന്തുവാണ് ഞാൻ പറഞ്ഞത്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഗംഭീര ഫുഡാ, ഭയങ്കര ഗംഭീര ഫുഡാ. ഒന്നും അറിഞ്ഞിട്ട് പറയുന്നില്ല, പക്ഷെ ആ ഒരു സെക്കൻഡ് പറ്റിക്കപ്പെടാൻ പ്രശാന്ത് തയ്യാറാണ്. പ്രശാന്തിന്റെ അടുത്ത് പറയും, ഉഗ്ര ഫുഡാണ്. ജഗദീശ്വരൻ ഇത്ര ബിൽഡപ്പിൽ പറയുമ്പോ ഞാൻ പറ്റിക്കപ്പെട്ടില്ലെങ്കിൽ ഭൂപ്പർക്ക് വിഷമമാണ്. ഇത്രയും സീനിയറായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ആ ശരി ഓക്കെ, നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. ആ ഒരു നിരുത്സാഹപ്പെടുത്താത്തതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ എല്ലാരും പരസ്പരം ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ പക്ഷെ നിങ്ങൾ എല്ലാരും നിരുത്സാഹപ്പെടുത്തുന്ന ഇതിനൊക്കെ ഉള്ളൊരു സ്പേസ് ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സെറ്റിന്റെ വൈബ്. ഈ തർക്കങ്ങൾ നമ്മൾ തുറന്നു പറയാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടാണ്, നമ്മൾ പിണങ്ങാത്തതുകൊണ്ടും ഇതിന്റെ പേരിൽ വേറെ ഇഷ്യൂ ഉണ്ടാകാത്തതുകൊണ്ടും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നെ ഇവിടെ ഇല്ല. അയാളുടെ ആയിരിക്കത്തില്ല ജയചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത്. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ ആരോട് വേണോ എന്ത് ചോദ്യം വേണോ ചോദിച്ചോളൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, തുറന്ന മനസ്സോടെ ഇരിക്കുകയാണ്. നേരെ മറിച്ച് ചിലപ്പോ ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുമ്പോ മറ്റേ ചോദ്യം ചോദിക്കരുത് കേട്ടോ, ഈ ചോദ്യം ചോദിക്കരുത്, ഈ ചോദ്യം ചോദിക്കുന്നത് ലിസ്റ്റൊക്കെ തരില്ല, അത് പുള്ളിയോട് ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾക്ക് പേടിയില്ല അദ്ദേഹം. അതെ, ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇവിടെ വരട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. മീനാരാജ് സാറിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ വെറുതെ ഞങ്ങൾ നിശബ്ദരായിട്ടിരിക്കില്ല, ഞങ്ങൾ പ്രതികരിക്കുമെന്ന്. നമ്മുടെ ഇപ്പം നമ്മൾ എല്ലാരും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പം മീനരാജ് സാർ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈ സിനിമയിൽ നമ്മൾ കണ്ടു പോയിട്ടുള്ള പല സിനിമകളുടെയും ഛായ തോന്നാം, സിറ്റുവേഷൻസിന്റെ ഛായ തോന്നാം. ഇത് ആശയദാരിദ്ര്യമല്ല, ഇത് സംവിധായകർ ബോധപൂർവം ചെയ്തിട്ടുള്ളതാണ്. അവര് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ചേട്ടാ നൊസ്റ്റാൾജി അടിക്കണം ഈ സിനിമ കാണുമ്പോൾ. പണ്ടത്തെ സിനിമയിൽ നമ്മൾ ഇങ്ങനത്തെ സീൻ കണ്ടിട്ടുണ്ട്, ഇന്ന് അങ്ങനത്തെ സീനുകൾ സിനിമയിലില്ല. ഇങ്ങനത്തെ തമാശകൾ പണ്ടത്തെ സിനിമകളിൽ, ഇന്നത്തെ സിനിമകളിൽ അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സാധനം വന്നോട്ടെ, ഇതൊക്കെ ഞങ്ങളുടെ തർക്കത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഒത്തിരി കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരോട്, ചേട്ടാ അത് വന്നോട്ടെ, ഞങ്ങൾ ബോധപൂർവ്വം ഇട്ടതാ, ആ നൊസ്റ്റാൾജി അടിക്കണം, ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു കുളിര് കിട്ടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇതെല്ലാം പർപ്പസ്ഫുള്ളി. ഞാൻ ഈയിടയ്ക്ക് പരിവാറിന്റെ സീരിയസ് വെർഷനിലുള്ള ഒരു സിനിമ ഉണ്ട്, സെയിം കഥ, ഒരേപോലത്തെ കഥാപാത്രങ്ങൾ, പക്ഷെ ഭയങ്കര സീരിയസ് അപ്രോച്ചാണ്. അതിന്റെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇത്. എന്നാൽ അതിലെ സീരിയസ് ആയിട്ട് ചെയ്ത അതിലെ കഥാപാത്രങ്ങളുടെ ക്രൂരത പോലും നമ്മൾ ഈ തമാശയില് ചെയ്തിട്ടില്ല. എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാമോ അതെല്ലാം പരിവാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജഗദീശ്വരൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വൈറലാവുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇന്നലെ വിമൻസ് കോളേജിൽ പോയിട്ട് ഉള്ള ഒരു ഡാൻസ്, അതിൻ്റെ ഒക്കെ കമന്റ്സിനകത്ത് വരുന്നത്, ഈ മനുഷ്യന് എവിടുന്ന് ഇത്ര എനർജി കിട്ടുന്നേ, ചാക്കോച്ചനൊപ്പം ഡാൻസ് കോളേജിലല്ലേ. അത് സത്യം പറയട്ടെ, ഞാൻ പറയാമല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു 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 സ്പിരിറ്റ് വേണം. നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ, ഈ പ്രൊമോഷൻ, ഇവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇത് നന്നാവുള്ളൂ. അല്ലാതെ ഇത് ഇനി എത്ര മിനിറ്റ് എന്ന് ഇങ്ങനെ കൂടെ കൂടെ വാച്ച് നോക്കിക്കൊണ്ടിരുന്ന സ്പിരിറ്റ് ഇല്ല. അവിടെ വിമൻസ് കോളേജിൽ നമ്മൾ ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ആണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് എങ്ങനെ ആ ഇവന്റ് എങ്ങനെ ഗംഭീരമാക്കാന്നുള്ളതാണ് അതിന്റെ എന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പൊ രണ്ട് വാക്കൊക്കെ സംസാരിച്ചതിന് ശേഷം ചാക്കോച്ചൻ ഡാൻസ് കളിക്കണം എന്ന് വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ചാക്കോച്ചൻ ഡാൻസ് കളിക്കും. അപ്പൊ ഞാൻ കുറച്ചു നേരം അങ്ങ് ബാക്കിലും നോക്കിയാൽ ആ വീഡിയോ നോക്കിയാൽ കാണാം, ബാക്കിലും ഞാൻ ഇങ്ങനെ താളം പിടിച്ച് നിൽക്കുന്നതാണ്. ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നി നമുക്കും കൂടെ ഒന്ന് ഞാനും അങ്ങ് ഡാൻസ് ചെയ്തു. അപ്പൊ അത്
ഒരു 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 എനർജി കൊണ്ടുവരുന്ന എനിക്ക് തന്നെ തോന്നി. എനിക്കുള്ള എനർജിയെക്കാളും അപ്പുറം ആ ഫംഗ്ഷൻ ഒന്നുകൂടെ കൊഴിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അത് സത്യമായി ഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വിജയിക്കുകയും ചെയ്തു. അതിന്റെ പേര് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്റെ മോള് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് എന്തൊരു ഡാൻസ് ആണ്. വിശ്വസിക്കാൻ വയ്യ ഇത്രയും നാള് കണ്ട്. കാരണം ഇപ്പം ഹ്യൂമറസ് ആയിരുന്നു ഇത്രയും നാള് ജഗദീഷേട്ടൻ ചെയ്തു. അതിൽ നിന്നൊരു ബ്രേക്ക് ആയിട്ട് ക്യാരക്ടർ റോൾ വരുന്നു, ഇമോഷൻസ് വരുന്നു. നമ്മൾ ആരും കാണാത്തൊരു ജഗദീഷേട്ടനെയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗോഡ് ഫാദർ കണ്ടു, ഒന്ന് വെറുതെ ഇരുന്ന് കണ്ടു. അതിനകത്തെ ജഗദീഷേട്ടനല്ല ഇപ്പൊ മാർക്കോയിലുള്ള ജഗദീഷേട്ടൻ, വ്യത്യസ്തമായി. നമുക്ക് ഇതെങ്ങനെ പറ്റുന്നു എന്നൊരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അല്ല, മാർക്കോയിലെ ടോണി ഐസക്കിന് വിമൻസ് കോളേജില് ഇതേപോലെ ഫംഗ്ഷന് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ലേഷന്റെ സംഭവമില്ലേ. ഞാൻ വിളിച്ചു, ഞാൻ ടോണി ഐസക്കാണ്, ഇനി അത്തരത്തിലുള്ള ഡാൻസ് ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, ഞാൻ ക്യാരക്ടർ ഡാൻസ് കളിക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിരുന്നാ പോയി ഡാൻസ് കളിക്കണോ എന്ന് പറയുന്നതാണ് ഞാൻ. അപ്പൊ എന്റെ സെൽഫിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ റെഡിയല്ല. ഇതൊരു തിരിച്ചുവരവായിട്ട് നമുക്ക് ഞാൻ ജഗദീഷന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയപ്പം 80s തൊട്ട് ചേട്ടൻ ലൈവായിട്ട് സിനിമയിലുണ്ട്. ഈ 2025 വരെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം പോലും സിനിമ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ജഗദീഷേട്ടൻ. അതിന്റെ ഇടയ്ക്ക് ആങ്കറിങ്ങിന് ഒന്ന് നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ ഒന്ന് ആങ്കർ അല്ല, എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷം കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് ടിവിക്ക് കൊടുത്തുള്ള സത്യമാണ്. അപ്പൊ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ചീഫ് ജഡ്ജായിട്ട് 10 കൊല്ലം ബോറടിക്കാതെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു രസം. അതിന്റെ ഇടയ്ക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കുമായിരുന്നു. ആ സിനിമ അഭിനയിക്കുമ്പോൾ എന്റെ ടെൻഷൻ എന്ന് പറയുന്നത് കോമഡി സ്റ്റാർസിന് ഒരു ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞിരുന്നാൽ പിന്നെ ചിലപ്പോൾ നല്ല സിനിമ വന്നാൽ പോലും ഞാൻ ഈ ഡേറ്റ് പിന്നെ തെറ്റിക്കില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ബാക്കിയുള്ള ഇത്തരത്തിലുള്ള ആ റിയാലിറ്റി ഷോ ചെയ്യുന്നവരെല്ലാം തന്നെ സിനിമ വരുമ്പോൾ ഇത് ഇട്ടിട്ട് അങ്ങ് പോകും. ഞാൻ ഒറ്റ ഡേറ്റ് തെറ്റിച്ചിട്ടില്ല. അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ ആർക്ക് ആദ്യം ഡേറ്റ് കൊടുക്കുന്നോ അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും ചിലപ്പോൾ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമ വരുമ്പോൾ പിന്നെ പ്രൊഡ്യൂസർ പറയും, റിമീന്റെ അടുത്തൊന്ന് സംസാരിക്കും ചേട്ടൻ, റിമിയുടെ ഡേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടന് അഡ്ജസ്റ്റ്മെന്റ് മാറ്റിത്തരാം. റിമിയുടെ ചോദിക്കുമ്പോൾ റിമി അയ്യോ ചേട്ടാ എനിക്ക് ഗാനമേള ഉണ്ട്, അപ്പൊ വീണ്ടും ഡേറ്റ് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഈ സിനിമ വേണ്ടെന്ന് വെക്കും. അങ്ങനെ സിനിമ വേണ്ടെന്ന് വെച്ചാൽ കുറെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് റിയാലിറ്റി ഷോയിലോ അത്തരത്തിലുള്ള TV ഷോസിലോ പെർമനന്റ് ആയിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ സിനിമയെ ബാധിക്കും. അപ്പൊ സിനിമയിൽ ബാധിക്കുന്നുള്ള എന്റെ റോൾസ്, നല്ല റോൾസ് നഷ്ടപ്പെടും. രണ്ടാമത് സിനിമയോട് ഞാൻ കാണിക്കുന്ന ദ്രോഹമാണ്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ പങ്കെടുത്ത് വലിയൊരു ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര കുഴപ്പിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് TV ഷോസ് വിട്ടിട്ടില്ല. ഗസ്റ്റ് ആയിട്ട് പോവാം, ഒരു ദിവസത്തെ വർക്ക്. അത് എനിക്ക് ഫ്രീ ആവുന്ന ദിവസം നോക്കി ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ ടിവിയോടുള്ള എന്റെ ആ പാഷൻ ഞാൻ വിട്ടിട്ടില്ല. ടിവിയിൽ ഇന്നും ഒരു കാലം ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഫുൾ ടൈം ആയിട്ട് ഇല്ല. അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയ എന്തെങ്കിലും സിനിമകളോ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വല്ലതും വരുന്നുണ്ടോ ചേട്ടന്റെ ആ ടൈമില്? ഉണ്ട്, വേഷങ്ങളുണ്ട്. അത് ഞാൻ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചിരുന്നാല് അതിൽ എനിക്ക് വേണ്ടി പകരം ചെയ്ത ആരാണെന്നൊക്കെ അത് അവർക്ക് എനിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെന്നുള്ള അറിയുന്ന എനിക്ക് താല്പര്യമില്ല. ഞാൻ വേറെ ആർക്കെങ്കിലും പകരക്കാരനായി അഭിനയിച്ചിട്ടുള്ള കാര്യം എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. പക്ഷെ വേറെ എന്റെ വേഷം, എനിക്ക് വെച്ചിരുന്ന വേഷം വേറൊരാൾ ചെയ്യുമ്പോൾ അത് എനിക്ക് വെച്ചിരുന്ന വേഷമാണ് കേട്ടോ എന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ ഒരിക്കലും പറയാറില്ല, പറയാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് എന്റെ ഒരു നേച്ചർ അല്ല. അത് ഞാൻ അവര് പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഓഹോ എന്റെ മനസ്സിലറിയാം എനിക്ക് വന്ന വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രിഫറൻസ് അത് സിനിമയിലൊക്കെ സ്വാഭാവികം. ചിലപ്പോൾ എനിക്ക് വന്നിട്ടുള്ള പല വേഷങ്ങളും പിന്നെ എനിക്ക് പകരം കലാഭവൻ മണി 6-ാം തമ്പുരാനിൽ വന്നിട്ടുണ്ട്. രാവണ പ്രഭുവില് കലാഭവൻ മണിക്ക് വെച്ചിരുന്ന വേഷം എനിക്ക് വന്നിട്ടുണ്ട്. ഓടത്തമ്മ വളരെയാമല് ജഗതിച്ചേട്ടന് വെച്ചിരുന്ന വേഷമാണ് പിന്നീട് ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ജഗതിച്ചേട്ടന് പകരക്കാരനായിട്ട് ഞാൻ ഒരുപാട് പടത്തിൽ വന്നിട്ടുണ്ട്. ഇന്നസെന്റിന്റെ പകരക്കാരനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് ക്ലാഷ് ആകുമ്പോൾ എനിക്ക് പകരക്കാരനായി വേറെ നടന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിനിമയിൽ സ്വാഭാവികം മാത്രം. അതിനകത്ത് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ കരുതുന്നത് വെച്ചാൽ ജഗതിച്ചേട്ടനോ ഇന്നസെന്റ് ചേട്ടനോ നെടുമുടി വേണുവിനോ ഒക്കെ പകരക്കാരനായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഏകദേശമൊക്കെ എവിടെയെങ്കിലും പകരക്കാരനായിട്ട് പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സന്തോഷം. അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ വേറൊരു സംശയം കൂടി ചോദിച്ചിട്ട്, ഇപ്പം 6-ാം തമ്പുരാന്റെ കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ രാവണപ്രഭുവിന്റെ കാര്യം പറഞ്ഞോ, ഇപ്പൊ ലാലേട്ടൻ മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് പടങ്ങള് ജയശേഖരൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് ലാലേട്ടൻ നല്ല ഫ്രീ ആയിട്ടൊരു വ്യക്തി, മമ്മൂക്ക ഭയങ്കര സീരിയസ് ആയ ഒരു ക്യാരക്ടറാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് സത്യത്തിൽ ജയശേഖരൻ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും കൂടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്? അല്ല, രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പഴയ പാട്ടുകളൊക്കെ മമ്മൂക്കയ്ക്ക് അസാധ്യ നോളജാണ്.
ഇപ്പൊ ബാബുക്കയുടെ പാട്ടുകൾ ഇതിന്റെ അതേ രീതിയിൽ പുള്ളി പാടുകയൊന്നുമില്ല, പക്ഷെ അത് പുള്ളി നമ്മുടെ കൂടെ തന്നെ അതിന്റെ ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഒരു മിനിമം രീതിയിൽ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പുള്ളിക്ക് അതിനെക്കുറിച്ച് ആരൊക്കെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്, ആരൊക്കെയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്, ആ ചിത്രത്തിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, അത്രയും ഡീറ്റെയിൽസ് മമ്മൂക്കയുടെ അത്ര ഒരു പക്ഷേ മോഹൻലാലിന് ഉണ്ടായിരിക്കില്ല. മോഹൻലാൽ അത്രയും പാഷനോടുകൂടി പഴയ ഗാനങ്ങൾ കുറിച്ചുള്ള അറിവുണ്ടാവില്ല. ഞാൻ വെച്ചാൽ പഴയ ഗാനങ്ങൾ ഇന്ന് പാടാൻ മോഹൻലാൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോസിൽ പഴയ ഗാനങ്ങൾ പുള്ളി പഠിച്ചു പാടുന്നുണ്ട്. ബേസിക്കലി അത് പഠിച്ചു പാടുകയാണ്. മമ്മൂക്ക അങ്ങനല്ല, മമ്മൂക്കയ്ക്ക് ആ പാട്ടുകളെ കുറിച്ച് നല്ല അറിവാണ്. എനിക്കും അതേപോലെയാണ്. ഞാൻ പണ്ടത്തെ സിനിമകൾ കണ്ട ഓരോ സിനിമയും ഇത് പാട്ട് ആരാണ് എഴുതിയിരിക്കുന്നത്, അന്ന് ഏത് സിറ്റുവേഷനിലാണ് ഈ ഗായകൻ പാടുന്നത് അല്ലെങ്കിൽ ഈ നടൻ പാടുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്ത്, മധുസാറിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പോലും മറന്നു കിടക്കുന്ന ചില പാട്ടുകളൊക്കെ ഞാൻ സൂചിപ്പിക്കുമ്പോൾ അയ്യോ അത് ശരി ഞാൻ പാടിയ പാട്ടാണല്ലേ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. അപ്പൊ മമ്മൂക്ക അങ്ങനെ ഓരോ കാര്യത്തിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മമ്മൂക്കയുടെ കാഴ്ചപ്പാട് മമ്മൂക്ക തുറന്ന് നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ രീതി ആ രീതി ആയിരിക്കില്ല മോഹൻലാൽ അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് ചിലപ്പോൾ അതിന്റെ ഒരു ഡിസ്കഷനിലോട്ട് പോകാൻ പുള്ളി താല്പര്യപ്പെടില്ല. മമ്മൂക്കാണെങ്കിൽ അത് ഇൻ ഡെപ്ത് തന്നെ ഒരു സമൂഹത്തിൽ നടക്കുന്ന അന്നത്തെ ഡിസിഷൻ, പത്രവാർത്തകൾ വന്നിട്ടുള്ള തലക്കെട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ച് മമ്മൂക്കയുടെ ഡിസ്കഷൻ ആംഗിൾ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് അതെന്താണ്, അതിന്റെ പ്ലസ് എന്താണ്, അതിന്റെ മൈനസ് എന്താണ്, അതിന്റെ പൊളിറ്റിക്കൽ വശം എന്താണ്, അതിന്റെ ഒരു സോഷ്യൽ ആംഗിൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യും, കൂലങ്കഷമായി അത് ചർച്ച ചെയ്യും. മോഹൻലാലാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പെട്ടെന്ന് അങ്ങ് ആ ചർച്ച അവസാനിപ്പിക്കും. അതൊക്കെ അങ്ങനെ ഭവിക്കുന്നതല്ലേ, എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അതൊക്കെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ, ഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മോഹൻലാൽ അങ്ങനെ അങ്ങ് അത്രയും ഒരു ലാഘവ ബുദ്ധിയോടെ ആയിരിക്കും ചിലപ്പോൾ കൈകാര്യം ചെയ്യുക. മമ്മൂക്കയുടെ അപ്രോച്ച് വേറെ ആയിരിക്കും. ഇത് ആക്ടിങ്ങിലും ഒക്കെ തന്നെ വേറൊരു സംഭവമാണ്. അപ്പം പിന്നെ മോഹൻലാൽ ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഒരു തമാശ പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അടുത്ത ഷോട്ടിൽ പെട്ടെന്ന് കരയേണ്ടതാണെങ്കിൽ പെട്ടെന്ന് ആ സെക്കൻഡുള്ളിൽ ആ ട്രാൻസിഷൻ മോഹൻലാൽ കൊണ്ടുവരും. മമ്മൂക്ക ആണെങ്കിൽ ശരി ആ സീനിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റഡി പോലെ നടത്തിയിട്ട് ആ ഷോട്ടിനെ ഒന്ന് ആലോചിച്ച് ആ ക്യാരക്ടർ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോമിലാക്കിയിട്ട് ആ പെർഫോമൻസിലേക്ക് കയറും. ഇതൊക്കെ രണ്ടുപേരും സക്സസ് അവരുടെ വഴികൾ. ഇത് ആരാണ് ബെറ്റർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടുപേരും തെളിയിച്ചിരിക്കുകയാണ്. അത് ആരുടെയാണ് ശരി ആരുടെയാണ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. മോഹൻലാലിന്റെ സമീപനമാണോ മമ്മൂക്കയുടെ സമീപനമാണോ ശരിയെന്ന് വെച്ചിരുന്നാൽ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നു. ഒരാൾ പൊളിറ്റിക്സിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഒരാൾ പൊളിറ്റിക്സിന്റെ അത്രയും ഗൗരവത്തോടുകൂടി കാണുന്നില്ല, എന്നാൽ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് മാത്രം പ്രതികരിക്കും. അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ രണ്ടുപേരും അഭിനയത്തിലും പേഴ്സൺ എന്ന നിലയ്ക്കും അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ആ രണ്ട് രീതിയും പ്രേക്ഷകരും മലയാളികളും സ്വീകരിച്ചിരിക്കുന്ന ശൈലികളാണ്. സമയപരിമിതി വളരെ കുറവാണ്. സമയപരിമിതി ഇഷ്ടംപോലെ സമയം സമയം കുറവാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയപരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവസാനമായിട്ട് നമുക്കൊരു റൗണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പ്രശാന്തനോട് വരുവാണെങ്കിൽ ഇപ്പൊ നമ്മള് പ്രശാന്തൻ നേരത്തെ ആങ്കർ ആയിരുന്നു, ആങ്കറിങ്ങിൽ നിന്ന് ഇപ്പൊ സിനിമയിലേക്ക് സജീവമായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ചെറിയ ചെറിയ വേഷങ്ങളിൽ നിന്ന് ഇപ്പൊ നാഗേന്ദ്രൻ, സൽമാൻ പോലെ ത്രൂ ഔട്ട് വേഷങ്ങൾ വന്ന് അവസാനം ട്വിസ്റ്റ് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇപ്പൊ ഇനി വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇനി ഉണ്ടോ? എന്തൊക്കെയാണ് ഇറങ്ങാനിരിക്കുന്ന അപ്ഡേഷൻസ്? ഇല്ല, ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നതിനകത്തൊന്നും അത്ര ലെങ്ത് ഉള്ള വേഷങ്ങളല്ല. മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ ബേസിലിന്റെ കൂടെ ഉണ്ട്. അത് എന്റെ ക്യാരക്ടറിന് ഈ പറയുന്ന പോലത്തെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. പക്ഷെ ഉള്ള സീനുകൾ പെർഫോം ചെയ്യാനുള്ള എന്റെ സീനുകളാണ്. പിന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ആസിഫിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സിനിമയാണ്. ആ സിനിമയുടെ ഒരു ഭാഗമാണ് ഞാൻ. അതൊക്കെയാണ് ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചാൽ എന്നാ പറയാനുള്ളത്? എനിക്ക് എന്നെ തന്നെ വേറൊരാളായിട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്നത് ആക്ഷൻ ഹീറോ ബിജുവിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് എനിക്കൊരു പുതിയ ദിശ തന്നതും ആക്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണിച്ചു തന്നതുമായിട്ടുള്ള ഒരു വേഷമാണ്. അപ്പം അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. അതൊരു എല്ലാവരും എടുത്തു പറയുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പുരുഷഭാഗത്തിലെ സെബാസ്റ്റിനും ഓപ്പറേഷൻ ജാവയിലെ ബഷീറും ഒക്കെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള വേഷങ്ങളാണ്. അതിനേക്കാളിലൊക്കെ ഇഷ്ടപ്പെടുന്ന വേഷങ്ങളിലേക്ക് എത്തണം എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. ഇപ്പൊ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ജയശേഖരനോട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഫൈനൽ ഇനിയിപ്പോ നെക്സ്റ്റ് വരാനുള്ള വർക്ക്സ് എന്താ? നമ്മുടെ പരിവാരല്ല, അച്ഛനായി, കൊച്ചച്ഛനായി, ജഗദീഷ് ചേട്ടന്റെ ആരാവും ഇനി? അത് ഇനി അതൊരു ചോദ്യമാണ്. ഇനിയിപ്പോ എനിക്ക് ഞാൻ ചെയ്ത പടങ്ങളിൽ ഇറങ്ങാനുള്ളത് നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ, സജിൻ ബാബുവിന്റെ
തിയേറ്റർ ഓക്കെ. അതൊരു ശ്രദ്ധേയമായ വേഷം ആ ഞാൻ അഭിനയിച്ചു. ഡബിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജിൻ്റെ കൂടെ വിശുദ്ധ പുത്രന്മാർ അത് കണ്ടു. പിന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ കൂടെ അടിനാശം വെള്ളപ്പൊക്കം അതിനും ഹൃദയമായ വേഷമുണ്ട്. കൈ നിറയെ ഒരുപാട് സിനിമകൾ ഉണ്ടല്ലേ? കുറച്ച് പടങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സജീവമായിട്ട് നാടകം ഇപ്പോഴുണ്ട്. നാടകം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിൻ്റെ കൂടെ എനിക്ക് ഇപ്പം 3 സിനിമയായി. എങ്ങനെ ഉണ്ടായിരുന്നു ജയശേട്ടൻ്റെ കൂടെ ഉള്ളൊരു ആ ഒരു ബോണ്ടിങ്? അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രംഗത്ത് നിൽക്കാനുള്ളൊരു ആത്മവിശ്വാസം തന്നെ കിട്ടി തന്നത് ആദ്യം ഈ ഫാലിനി പോയപ്പോൾ സാറിൻ്റെ കൂടെ. ഞാൻ ഒരു നാടകക്കാരൻ പരിചിതമല്ലാത്തൊരു മേഖലയിലേക്ക് എഴുതുന്നു. എയറോഡ്രോമിൽ വെച്ചാണ് ഷൂട്ടിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പാണ് ഞാൻ ആ പടത്തിൽ ചെന്ന് പെടുന്നത്. അവിടെ നിന്ന് സാറിന് കാണുന്നത് എയറോഡ്രോമിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വെച്ച് സാറ് ഞാനൊരു നാടകക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു. സംസാരിച്ചു വന്നപ്പോൾ സാറും നാടകത്തിൽ നിന്ന് വന്ന ആളാണ് തിരിച്ചറിഞ്ഞു. അപ്പോൾ നാടകത്തോടുള്ള ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം പൊതുവായ ഇഷ്ടമായി മാറുകയും അത് പിന്നെ ഞങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നാടക സംബന്ധമാണ് ചർച്ച ചെയ്തത്. അത് മണിക്കൂറുകളോളം ചർച്ച ചെയ്തു. 10-35 ദിവസം ഫാലിനിൽ ചർച്ച ചെയ്ത്. ഇപ്പോൾ ഇവിടെയും 30 ദിവസം ചർച്ച ചെയ്തു നാടകങ്ങൾ. അപ്പോൾ സാർ മാത്രമല്ല, എന്നെക്കുറിച്ച് എപ്പോഴും സാറ് ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ സാറ് പറയും അറിയാം എന്നൊക്കെ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. എനിക്ക് പിന്തുണ നൽകുന്നു, സ്നേഹം നൽകുന്നു, ബഹുമാനം നൽകുന്നുണ്ട്. എന്നെ സാറിനെ വിളിച്ചാൽ എന്നെ ആദ്യം സാറ് എന്നെ സാറിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സാറിനെയൊക്കെ പോലുള്ളവർ എന്നെ സാറെന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഈ കാരണം സിനിമാ രംഗത്ത് ഇത്ര രജിസ്റ്ററായ ആളാണല്ലോ. വേണ്ട ഞാൻ പേര് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾ ധനം കൂടുതൽ കിട്ടുന്ന സിനിമയിൽ നിൽക്കുന്ന ആളാണ്. സാർ ധനം തീരെ കിട്ടാത്ത നാടകത്തിൽ അത്രയും തന്നെ വർഷം നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു ബഹുമാന സ്നേഹമൊക്കെ കാണിക്കുന്ന പിന്തുണയൊക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇനിയിപ്പം എനിക്കൊന്ന് പ്രശാന്തമായിട്ടും അങ്ങനെ ആയിട്ടോ. പ്രശാന്തമായിട്ട് സംസാരിച്ച പ്രശ്നമായിട്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ഫാമിലി ആയിരുന്നു. പരിവാർ എന്ന ടൈറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ആയിരുന്നു അല്ലേ? നിങ്ങളുടെ സെറ്റും നിങ്ങൾ എല്ലാവരുമായിട്ടുള്ളൊരു ബോണ്ടിങ്ങും ഒക്കെ. ഇപ്പം ലാസ്റ്റ് എനിക്കൊന്ന് ജയശേട്ടൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജയശേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി. എനിക്കറിയില്ല അത് എന്താവുമെന്ന്. അതിൽ നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്, പോസിറ്റീവ് ഷെയ്ഡ്, അങ്ങനെ പലതും ഉണ്ടെന്ന് പറഞ്ഞ് അതിനകത്തൊരു എക്സാമ്പിളായിരുന്നു മാർക്കോയുടെ ഒരു എക്സാമ്പിൾ. അതിൻ്റെ ഓഡിയൻസ് റെസ്പോൺസ് കണ്ടപ്പോൾ എന്തായിരുന്നു ജഗദീഷ് ചേട്ടന് തോന്നിയത്? അല്ലെ, വളരെ സന്തോഷം തോന്നി കേട്ടോ, വളരെ സന്തോഷം തോന്നി. കാരണം അതിലൊരു 90% വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അത് ചിലർ എക്സലൻ്റ് എന്ന് പറഞ്ഞു, ചിലർ ഓക്കെ എന്ന് പറഞ്ഞു, ചിലർ ഗുഡ് എന്ന് പറഞ്ഞു, ചിലർ ഓക്കെ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായിരുന്നാലും വളരെ മോശം എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിട്ടില്ല. അത് എടുക്കേണ്ട ഇതില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു 10%ഓ 5%ഓ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഇയാളുടെ കയ്യിൽ അത്ര സേഫ് ആയില്ല എന്ന് വിചാരിക്കുന്ന ഒരു സെക്ഷനും ഉണ്ട്, ചെറിയ ഒരു 5%. പക്ഷെ മെജോറിറ്റിയുടെ കൂടെ പോവുകയാണല്ലോ ഡെമോക്രസി എന്ന്. അപ്പൊ മെജോറിറ്റിയുടെ തീരുമാനത്തിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഇതേപോലെ ഇനിയും ഇതിനേക്കാളും ക്രൂരനായിട്ടുള്ള കഥാപാത്രം വന്നാലും ഞാൻ റെഡിയാണ്. സംവിധായകരോട് പറയാണ്, കൈരളിയിലൂടെ സംവിധായകരോട് ഞാൻ പറയാണ്, ഇനി കുറച്ചുകൂടെ ക്രൂരതയുള്ള തന്നാലും ഞാൻ റെഡിയാണ്. എന്തായാലും അതെ, എന്തായാലും മാർച്ച് 7-ാം തീയതി പരിവാർ നമ്മുടെ തിയേറ്ററിലേക്ക് വരികയാണ്. സോ ഫൈനലി എന്നെ ഓഡിയൻസിനോട് പറയാനുള്ളത്, ഒരു ഡിഫറെന്റ് എന്റർടൈനർ ആയിരിക്കും. അത് മാത്രമാണ് ക്ലെയിം ചെയ്യാനുള്ളത്. അത് വ്യത്യസ്ത രീതിയിൽ സിനിമയെ സമീപിക്കുന്ന ഉത്സവ് ഫഹദ് എന്ന 2 ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഈ സിനിമ. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാത അവർ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ ശ്രമത്തിൽ അവരുടെ കൂടെ ഞങ്ങൾ 100% നിന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട പിന്തുണ പ്രേക്ഷകർ കൊടുത്താൽ അത് ഞങ്ങൾക്കും ഉപകാരമായിരിക്കും. യെസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് യെസ്, ഞങ്ങളും എക്സ്പെക്ട് ചെയ്യാണ് വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.